ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി ബെൽ ബട്ടണും കൂടി അമർത്തി വെക്കുക. അപ്പോൾ ഇത് വിഷുവിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ തലേന്ന് രാത്രിക്ക് ഉണ്ണിയപ്പം ചുട്ട് വെച്ച്, വൈകുന്നേരം കുളിയെല്ലാം കഴിഞ്ഞ് ഉണ്ണിയപ്പം രാത്രിക്ക് ചുട്ട് വെച്ച്, അത് കഴിഞ്ഞിട്ട് രാവിലെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. അപ്പോൾ ഇതൊന്ന് വിഷുവിൻ്റെ ഒന്ന് രാവിലെയാണ് കേട്ടോ. രാവിലെ നമുക്ക് ഇഡ്ഡലിയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇഡലി വെക്കൽ. ഇങ്ങനത്തെ ചെറിയ പാത്രത്തിൽ വെച്ചിട്ട് ഇഡലി പാത്രത്തിൽ വെച്ച് വേവിക്കൽ. അപ്പോൾ ഒറ്റ വെപ്പിൽ തന്നെ കുറേ ഇഡലി നമുക്ക് ചുട്ടെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ ഇഡലിക്ക് കൂട്ടായി നമ്മൾ സാമ്പാറില്ലാണ്ട് എന്ത് ഇഡലി അല്ലേ. അങ്ങനെ രാവിലെ തന്നെ ഫസ്റ്റ് വെച്ചത് സാമ്പാറാണ്. സാമ്പാറും വെച്ച് പിള്ളേരെല്ലാം പിടിച്ച് എണീപ്പിച്ച്. ഇപ്പോൾ ചിക്കൻ ആവശ്യമുള്ള സംഭവങ്ങളെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഏട്ടനാണ് ചിക്കൻ വെക്കുന്നത്. അത് കഴിഞ്ഞ് അവിയലിനും വറവിനുമുള്ള പച്ചക്കറികളെല്ലാം നമ്മൾ മുറിച്ച് വെച്ച്, അത് കഴിഞ്ഞിട്ട് പിള്ളേരെല്ലാം കുളിപ്പിച്ചിട്ട് നമ്മൾ നേരെ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി. അങ്ങനെ 2 സുന്ദരിമണികളെല്ലാം കുളിപ്പിച്ചിട്ട് നമ്മുടെ തൊട്ട വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ശ്രീകൃഷ്ണൻ്റെ അമ്പലമുണ്ട്. എന്നാൽ പിന്നെ വിഷുവായിട്ട് നമ്മൾ ആടെ പോവാണ്ട് വേറെ അടുത്ത് പോകുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് നമ്മളെല്ലാവരും അടുത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഏട്ടൻ നമ്മളെ കലമ്പിപ്പോക്കാന്ന്, നിങ്ങൾ വരുമ്പോൾ നടയടക്കും അങ്ങനെ ഇങ്ങനെയെല്ലാം പറഞ്ഞു ആ നേരത്തെ പോയി. ലച്ചുവിനെ ഈച്ചുവിനെ ഒരുക്കി ഇറങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് എവിടെയെങ്കിലും പോയി വരാം. ആ സമയം വേണം അവരെ ഒരുക്കാൻ. ഒരാൾക്കൊരു ഡ്രസ്സ് ഇടുമ്പോൾ അത് വേണ്ട, മറ്റേയാൾക്ക് മറ്റേത് വേണ്ട. ഒരാൾ മുടി വാർന്നാലും മറ്റാൾ മുടി വാരണ്ട. അങ്ങനത്തെ എല്ലാം പരിപാടിയാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഓടി. അമ്മ നമ്മളെ കാത്ത് തളർന്നിട്ട് മുന്നിൽ നടന്ന്. അതുകൊണ്ട് ഞാനും ചെയ്യും ഏട്ടത്തി എന്തെല്ലോ വർത്താനം പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പറയലാ, നിങ്ങളെ വീഡിയോ ഞാൻ എടുക്കണം, എൻ്റെ വീഡിയോ എടുത്തുതരാൻ ആരുമില്ല, അതെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഓരോ തമാശയെല്ലാം പറഞ്ഞുകൊണ്ട് പോക്കാണ്. അപ്പോൾ ഇത് നമ്മളെ തൊട്ടടുത്തുള്ള വീടിൻ്റെ മുമ്പിലോട്ടിയാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്നറിയാം, എണ്ണയാട്ടുന്ന ചക്കില്ലേ, അതാണ് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഞാൻ ഇനി ഒരു ദിവസം അത് കാണിച്ചു തരാം. എണ്ണയാട്ടുന്ന ചക്ക എങ്ങനെയാണ് ചക്കിൽ എണ്ണയാട്ടുന്നത് എന്നുള്ളത് ഞാൻ ഇനി ഒരു ദിവസം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആ വീട് കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ അമ്പലം. അപ്പോൾ ആൾക്കാരെല്ലാം വന്ന് പോയി തുടങ്ങി. നടയടക്കേണ്ട സമയം ആയി. നമ്മൾ മാത്രമേ ഉള്ളൂ ലാസ്റ്റായിട്ട് വന്നത്. അതുകൊണ്ട് നമ്മൾ വേഗം ഓടി വന്ന് നമ്മളവരെ കാത്തുനിന്നുകൊണ്ട് നമ്മൾ അവിടെ എത്തി. അല്ലെങ്കിൽ നടയടച്ചിട്ട് അയാൾ പോയിട്ടുണ്ടാവും. അപ്പോൾ അമ്പലത്തിൽ കയറി അമ്മയെല്ലാം തൊഴുത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ വീഡിയോ എടുത്തിട്ടാണ്, നമ്മൾ പോകുന്ന വീഡിയോസ് എല്ലാം എടുത്തിട്ടാണ്. മറ്റേ അമ്മേൻ്റെ കയ്യിലാണ് ഫോൺ കൊടുത്തിട്ട് ഞാൻ പോയത്. ആ വീഡിയോസെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ടാവും എന്നുള്ള ധൈര്യമൊന്നും ഉണ്ടായിട്ടാ. എന്നാലും കിട്ടിയത്ര ആയില്ലേന്ന് വെച്ചിട്ട് അമ്മേൻ്റെ ഫോണും കൊടുത്തിട്ടാണ് ഞാൻ പോയത്. നോക്കുമ്പോൾ അമ്മ എന്നെക്കാളും വലിയ പുലിയാണ്. നല്ല വൃത്തിക്ക്, എന്നെക്കാളും വൃത്തിക്ക് അമ്മ വീഡിയോ എടുത്തിട്ടുണ്ട് അനക്കാണ്ട് ഓടിച്ചിട്ട്. അമ്പലത്തിൽ പോയാൽ ലച്ചുട്ടിക്ക് നമ്മളൊന്നും ചെയ്തു കൊടുക്കുന്നതൊന്നും ഇഷ്ടമല്ല. ഓക്ക് എല്ലാം സ്വന്തമായിട്ട് ചെയ്യണം. പൈസ ഇടുന്ന കാര്യമായാലും തൊഴുന്ന കാര്യമായാലും ഒക്കെ സ്വന്തമായിട്ട് ചെയ്യണം എല്ലാ കാര്യം. അല്ലെങ്കിൽ ഓക്ക് ദേഷ്യം വരും എന്നോട്. അങ്ങനെ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി ചുറ്റും വലം വെക്കൽ തുടങ്ങി. അപ്പോൾ ഈ അമ്പലത്തിലെ ഉത്സവം മാർച്ചിലാണ്. അപ്പോൾ ഉത്സവത്തിൻ്റെ എന്തെല്ലോ കാര്യങ്ങൾ പറഞ്ഞിട്ട് വരുന്നതാണ്. അപ്പോൾ ലച്ചുട്ടിൻ്റെ ബർത്ത്ഡേ മാർച്ചിലല്ലേ, ആ കാര്യമെല്ലാം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എല്ലാവരും കൂടി വലം വെക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ പയശ്ശിനിപ്പുഴയോട് ചേർന്നിട്ടുള്ള അമ്പലമാണ് കേട്ടോ. നല്ല രസമാണ് ഇവിടെ കാണാൻ. പക്ഷെ കുറേ ആൾക്കാരൊന്നുമില്ല. നമ്മുടെ നാട്ടിലുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ അങ്ങനെ വരാറുള്ളൂ. എല്ലാം പുറത്തുനിന്ന് ആരും വരുന്ന അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. നല്ല രസമാണ് ഇവിടെ വന്നിരിക്കാൻ. നല്ല സമാധാനമായിട്ടിരിക്കുക. ആരും ഒച്ചയോ ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫോട്ടോസെല്ലാം എടുക്കാണ്ട് എന്ത് വിഷയമല്ലേ. അങ്ങനെ നമ്മൾ ആ കണ്ടത്തിൽ നിന്നിട്ട് കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത്. ഏട്ടൻ എന്തെല്ലോ പറഞ്ഞ് കളിയാക്കുന്നു, നിന്നെ കാണുന്നില്ല, തെങ്ങ് മാത്രമേ കാണുന്നുള്ളൂ എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മളെ കളിയാക്കുന്നുണ്ടോന്. അങ്ങനെ ഫോട്ടോസെല്ലാം എടുത്ത് ഇറങ്ങി. അപ്പോൾ വിശന്നിട്ട് വല്ലാണ്ടായിന് കേട്ടോ. കുറേ നേരം പോയിപ്പോയിന് നമ്മൾ പോകുമ്പോൾ. അവിടെ നല്ല വിശപ്പുണ്ടായിന്. അത് കഴിഞ്ഞ് നമ്മൾ ആ താഴെയുള്ള വീട്ടിൽ പോയിട്ട് അവിടെ വെള്ളവും പഴമെല്ലാം കുടിച്ച്. അവർക്ക് ഇപ്രാവശ്യം വിഷുവില്ല. ആടുത്തെ അച്ചാച്ചൻ മരിച്ചിട്ട് 1 വർഷം ആവുന്നേ ഉള്ളൂ. അതുകൊണ്ട് അവർക്ക് വിഷുവൊന്നുമില്ല. പക്ഷെ അവരെ കണ്ട് സംസാരിച്ച് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അത് നമ്മൾ എല്ലാ വർഷവും അങ്ങനെ തന്നെ എല്ലാ വീട്ടിലും പോയി എല്ലാവരെയും കണ്ട് സംസാരിച്ചിട്ട് അങ്ങനെ വരും. അന്ന് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ മേലെ വീട്ടിലുള്ളവരെല്ലാം കൂടിയിട്ട് അമ്പലത്തിൽ പോകുന്നുണ്ട്. ആ അമ്പലത്തിൽ പോകുമ്പോൾ നടയടക്കാനായിനി. പക്ഷെ നമ്മൾ വർത്തമാനം പറയാൻ തുടങ്ങിയാൽ പിന്നെ വിടൂല. അങ്ങനത്തെ ഒരു വൃത്തികെട്ട സ്വഭാവം നമുക്കുള്ളതുകൊണ്ട് ആടെ നിന്നിട്ട് ഒരു തരം വർത്തമാനം. നമ്മളെല്ലാം രാവിലെ ഒരിക്കൽ കണ്ടതാണ്. പക്ഷേ എന്നാണ് ഇങ്ങനെ വർത്തമാനം പറയാനുള്ളതെന്ന് നമുക്ക് തന്നെ അറിയില്ല. നമ്മളെല്ലാവരും കൂടിയാൽ ആടെ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ നമ്മളൊന്നും അറിയില്ല. അങ്ങനത്തെ ആൾക്കാരത് നമ്മൾ.
എന്നിട്ട് എന്നെ പറയലാന്ന് ഇവൾ ഫോണും കൊണ്ട് വന്നിട്ട് ഒന്നും പറയാനാകുന്നില്ല എന്നെല്ലാം പറഞ്ഞിട്ട് എന്നെ കളിയാക്കലാന്ന് എല്ലാവരും കൂടി. അത് കഴിഞ്ഞ് വന്നിട്ട് നല്ല ഇഡ്ഡലിയും സാമ്പാറും കുറച്ച് ചിക്കനും കൂട്ടി തിന്നിട്ടാ ആ ചായയെല്ലാം കുടിച്ച് കഴിയുമ്പോൾ അമ്പലത്തിൽ പോയവർ തിരിച്ച് നേരെ വീട്ടിലേക്ക് വന്ന്. അങ്ങനെ അവർക്ക് ജ്യൂസും ഉണ്ണിയപ്പെല്ലാം കൊടുത്തിട്ട് കുറച്ച് സമയം വർത്താനം പറഞ്ഞ് അവർ വീട്ടിൽ പോയി. അപ്പാട് തൊട്ട് മേലത്തെ വീട്ടിലയച്ച് വന്ന് ഓറ് ചായയെല്ലാം കുടിച്ച് അത് കഴിയുമ്പോൾ നമ്മൾ ഫസ്റ്റ് പോയ വീട്ടിൽ നമ്മൾ അവരെ വീട്ടിൽ പോയിട്ട് തിരിച്ച് വരുമ്പോൾ അവർ നേരെ നമ്മളെ വീട്ടിൽ വന്നു. അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞിട്ട് ഉള്ള സാധനത്തിൻ്റെ ബില്ലെടുത്ത് തന്നെ കാണിക്കലാന്ന്. അങ്ങനെ നമ്മളെ കുക്കിംഗ് എല്ലാം പെട്ടെന്ന് കഴിഞ്ഞിട്ടാണ് ഞാനും ഏട്ടത്തിയും കൂടിയിട്ട് എല്ലാം വേഗം കുക്ക് ചെയ്ത്. അപ്പോൾ കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ വീഡിയോ എടുത്തിട്ടില്ല എന്ന് ഞാൻ ഓർത്തത്. എന്നാൽ പിന്നെ ഒരു ഷോക്ക് വേണ്ടി ഇളക്കൽ. അപ്പോൾ വിഷുവിൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ ഞാൻ ഇന്നലെ ചുട്ട് വെച്ച എൻ്റെ ഉണ്ണിയപ്പം കരിഞ്ഞു പോയോ? ഇല്ല അല്ലേ, രസമുണ്ട്, നല്ല രസമുണ്ടായിരുന്നു. ഉണ്ണിയപ്പായി. ഇനി അച്ചാർ, അത് കഴിഞ്ഞിട്ട് നമ്മൾ കോവയ്ക്ക വറവ്. കോവയ്ക്ക പിന്നെ നമ്മളെ പറമ്പിൽ തന്നെ ഉണ്ടല്ലോ. പിന്നെ ചള്ളാസ്, കച്ചമ്പർ എന്നാട്ടോ നമ്മൾ കാസർഗോഡ് പറയൽ കച്ചമ്പർ. പിന്നെ സാമ്പാർ, രാവിലെ ഇഡ്ഡലിക്ക് വെച്ച സാമ്പാർ, ഉച്ചക്കത്തെ ചോറിനും അതന്നെ. പിന്നെ നല്ല ചൂട് ചിക്കൻ കറി, പിന്നെ അവിയൽ, നല്ല മാങ്ങാ ചമ്മന്തി, നല്ല മധുരവും പുളിയും എരിവെല്ലാം ആയിട്ടുള്ള നല്ല മാങ്ങാ ചമ്മന്തി, പിന്നെ നല്ല ചിക്കൻ വറ്റിച്ച് വെച്ചത്. ഇത് കർണാടകയിലുള്ള ഒരു തരം കോഴിയാണ് കേട്ടോ, നല്ല ഇറച്ചിലായിട്ടുള്ള അടിപൊളി ചിക്കൻ. പിന്നെ നമ്മുടെ പപ്പടം സഞ്ചിയിലിട്ട് പൊതിഞ്ഞ് വെച്ചിന് പണിയെല്ലാം ഒരുക്കിയിട്ട്. പപ്പടത്തിൻ്റെ സഞ്ചി തുറക്കുന്ന സൗണ്ട് കേൾക്കുമ്പോൾ ഒരാൾ ഓടി വന്നിട്ടുണ്ട് പപ്പടം വേണമെന്ന് പറഞ്ഞിട്ട്. അതൊന്നും കൊണ്ട് പോയിട്ടാ. പിന്നെ 12 മണിന്ന് 1 മണി വരെ ഫ്രൂട്ട്സ് എല്ലാം തിന്നിട്ട് അങ്ങനെ ഇരുന്ന്. പിന്നെ കുഞ്ഞുമക്കൾക്ക് ഇലയിൽ ചോറെല്ലാം കൊടുത്ത് നമ്മളും ഇന്ന് ഇലയിൽ കഴിക്കാമെന്ന് വെച്ചിട്ട് ഇലയിൽ കഴിക്കൽ തുടങ്ങി. ലച്ചുട്ടിക്ക് ഇനി എന്ത് സംഭവിച്ചാലും ശരി നമ്മൾ തിന്നുമ്പോൾ കുറച്ച് നമ്മളൊപ്പം തിന്നില്ലെങ്കിൽ നമുക്കൊരു തൃപ്തി ഉണ്ടാവില്ല. അതാണ് അവളെ സ്വഭാവം. ഏട്ടത്തിയും ചൂടാന്ന് എന്നെല്ലാം പറഞ്ഞിട്ട് താഴെ ചമ്മണം പടിഞ്ഞിരുന്ന് തിന്നലാന്ന്. അങ്ങനെ ചോറെല്ലാം തിന്ന് ഒരു 4 മണിയാകുമ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് നേരത്തെ വന്നവരെ വീട്ടിലെല്ലാം പോയി തുടങ്ങി. വീടിന് ഒരു ഗ്ലാസ് പായസം കുടിച്ച് തൊട്ടപ്പുറത്തെ വീട്ടിൽ പോയി, അതിൻ്റെ മേലത്തെ വീട്ടിൽ പോയി, എല്ലാ വീട്ടിൽ നിന്നും കുടിച്ച് അവസാനം ലാസ്റ്റ് ഈ വീട്ടിലെത്തി. ഇനി ഒരു ചവിട്ട് മുമ്പോട്ട് വെക്കാൻ പറ്റൂല, വയറ് ഫുള്ളായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ വൈകുന്നേരമായിട്ടാണ്